Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അജ്മറിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ കൂട്ടുകാരി ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകട്ടെ. കർത്താവെ, വിടുതലുകൾ സംഭവിക്കട്ടെ. ഇവരുടെ കുടുംബത്തിലേക്ക് ദൈവിക നന്മകൾ എല്ലാം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ നന്മകളും ഈ കുടുംബത്തിൻ്റെ മേൽ ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ പ്രത്യേകമായ നന്ദി ഈ സഹോദരിയോട് അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago. 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ഇവരുടെ മകൾക്ക് അവരുടെ വലത് കൈക്ക് ഞരമ്പിനൊരു ബ്ലോക്ക് ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം മകൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് അവർ അത് ഓപ്പറേഷൻ ചെയ്തു. ഒരു കൈക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു മറ്റേ കൈക്കും ആ ഞരമ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം മകൾ തിരിച്ച് വിദേശ രാജ്യത്താണ് താൻ വർക്ക് ചെയ്യുന്നത്. തിരിച്ച് അവിടെ പോയി കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നീട് തൻ്റെ ഇടത്ത് കൈക്കും അതുപോലെ ഞരമ്പിന് പ്രശ്നം ആരംഭിച്ചു. ഈ സഹോദരൻ ഇവർ പറയുന്നത് കഴിഞ്ഞ നവംബർ മാസം ആ ഒരു മാസത്തോടുള്ള ബന്ധത്തിലാണ് ഇവർ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം 2014 കാണാൻ ആരംഭിച്ചത്. ഈ സഹോദരൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം 2014 ഫെബ്രുവരിയിൽ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സ്ഥലത്ത് തനിക്കൊരു വീഴ്ചയുണ്ടായി. വീണിട്ട് തൻ്റെ കയ്യിൽ ഇങ്ങനെ കല്ലൊക്കെ തറഞ്ഞു കയറി. അന്നു മുതൽ തനിക്ക് കുറേയധികം രോഗങ്ങൾ ആരംഭിച്ചു. തനിക്ക് ഷുഗറും പ്രഷറും എല്ലാം ഇങ്ങനെ വളരെയധികം കൂടുകയും കുറയുകയും ചെയ്തു. എൻ്റെ കൈ പഴുക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ കയ്യിൽ കല്ല് തറച്ചിരിക്കുന്നത് ഇവർ ശ്രദ്ധയിൽപ്പെട്ടത്. കല്ല് അതിനകത്ത് ഉണ്ടായിരുന്നു. എവിടെ? ഇതിൻ്റെ അകത്ത് കല്ലുണ്ടായിരുന്നു. അതിനുശേഷം അതെല്ലാം എടുത്തു കളഞ്ഞു. അങ്ങനെ ആ ഒരു സമയം തുടങ്ങി തൻ്റെ ശാരീരിക സ്ഥിതി വളരെയധികം മോശമായി. ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്തതുപോലെ താൻ കിടപ്പിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ നവംബർ മാസം താൻ കിടക്കയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തനിക്ക് തോന്നി TV വെക്കണം. താൻ പോയി TV ഓൺ ചെയ്തു. TV ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു സാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെ ആർക്കോ സൗഖ്യം കിട്ടിയത് കണ്ടിട്ട് പെട്ടെന്ന് ഇവർക്കൊരു വിശ്വാസമായി. ദൈവം യേശു ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഇവരുടെ ജീവിതത്തിൽ വന്നു. ഇവരങ്ങനെ ആ ഒരു പ്രോഗ്രാം കാണാൻ തുടങ്ങി. അന്നത്തെ ദിവസം തുടങ്ങി അവർ പിന്നെ തുടർമാനമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. അപ്പോൾ അതിനിടയിലാണ് ഈ മകളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ തൊട്ട് മുമ്പാണ് മകളുടെ പ്രശ്നങ്ങളെല്ലാം നടന്ന് മകൾ തിരിച്ച് വിദേശ രാജ്യത്തേക്ക് പോയി. പിന്നീട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ മകൾ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മയൊന്ന് പ്രാർത്ഥിക്കണം, ഇങ്ങനെ കൈക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൈ ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞു. ഈ അമ്മ പറയുന്നത്, ഈ അമ്മ ഉടനെ തന്നെ നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ ഇവർ പല ആവശ്യങ്ങൾക്കും പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കും പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം നവംബർ മാസം ഇവിടെ കണ്ണൂർ നമ്മുടെ പാപ്പിനിശ്ശേരിയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ ഇവർ വന്ന് പങ്കെടുത്തു.
കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. നവംബർ മാസം ആദ്യത്തെ ആഴ്ചയിലായിരുന്നു അവർ വന്ന് അതിനൊക്കെ പങ്കെടുത്തു. ഇവരുടെ ഉള്ളിൽ ഓരോ മീറ്റിങ്ങും ഓരോ ദിവസത്തെ പ്രോഗ്രാം കഴിയുന്നതോറും വിശ്വാസം കൂടി വന്നു. അപ്പോൾ ഈ മകൾ പറഞ്ഞതനുസരിച്ച് ഇവർ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത അത്ഭുതം, ആ മകളുടെ വേദന അന്ന് കുറഞ്ഞു. ആ ഓപ്പറേഷൻ കൂടാതെ കർത്താവ് ആ മകളെ സൗഖ്യമാക്കി. കൈകളടിച്ച് എല്ലാവരും യേശുവിന് നന്ദി പറയാം. ഒന്നാമത്തെ സൗഖ്യം. അതുപോലെ മരുമകന് കൈത്തണ്ടയിൽ ഒരു ഗോലിയുടെ വണ്ണത്തിലൊരു മുഴയുണ്ടായിരുന്നു. അതും ശരിക്കും ഓപ്പറേഷൻ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇവര് അതും കോൾ സെന്ററിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തത്, അതും അവർക്ക് സൗഖ്യമാക്കി കൊടുത്തു. ഇതുപോലെ ഇവരുടെ മകൻ വിദേശ രാജ്യത്ത് സൗദിയിലാണ് താൻ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തൻ്റെ എൻഗേജ്മെൻറ്റ് നടന്നു. ഈ വർഷം സെപ്റ്റംബറിലേക്കാണ് തൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനിയിൽ നിന്ന് പറഞ്ഞു ഒരു പരീക്ഷയുണ്ട്, ആ പരീക്ഷ പാസ്സാകാതെ ഈ വരുന്ന സെപ്റ്റംബറിൽ ലീവ് കിട്ടില്ല. 1.5 വർഷം കഴിഞ്ഞ് ലീവ് ഉള്ളൂ. അതുകൊണ്ട് ലീവ് കിട്ടണമെങ്കിൽ ഈ പരീക്ഷ എഴുതി പാസ്സാകണം. അത് മാത്രമല്ല, ലീവ് ഇല്ലാതെ 10 ദിവസം എമർജൻസി ലീവ് തരും. അത് സ്വന്തം കയ്യിൽ പൈസ എല്ലാം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വേണം വന്ന് തിരികെ പോകാനായിട്ട്. ഈ അമ്മ അതും നമ്മുടെ മകനും പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അമ്മ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ മകൻ പറഞ്ഞത് ഏകദേശം 5 വർഷത്തോളം ആ ഒരു പരീക്ഷ എഴുതിയ ആരും വിജയിച്ചിട്ടില്ല. 5 വർഷങ്ങൾ കൊണ്ടുപോലും വിജയിച്ചു. ആ കമ്പനിയിൽ പരീക്ഷ എഴുതിയ ആരും ആ പരീക്ഷ വിജയിച്ച് അടുത്ത ഒരു പ്രൊമോഷനിലേക്ക് പോയിട്ടില്ല. ഈ മകനോട് കൂടെ വേറെ ഒരു 4 പേരും, ആകെ 5 പേരാണ് ആ പരീക്ഷ എഴുതിയത്. ഇവൻ മകൻ ഒരു ദിവസം പരീക്ഷയുടെ തലേദിവസം രാത്രി വിളിച്ചു പറഞ്ഞു, നാളെ പരീക്ഷയാണ്, അമ്മയെ പ്രാർത്ഥിക്കണം. അമ്മ രാവിലെ തന്നെ നമ്മുടെ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞു. ഇവിടെ കണ്ണൂരും അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തും വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മ പറയുന്നത്, പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഈ മകൻ മാത്രം 100-ൽ 90 മാർക്കോട് കൂടി പാസ്സായി. ഗ്രേറ്റ്. 5 വർഷത്തിനിടയിൽ ആ കമ്പനിയിൽ ആദ്യമായ ഒരാൾ, ആദ്യത്തെ ചരിത്രമാണത്. മാത്രമല്ല, ഈ സെപ്റ്റംബറിലേക്ക് ലീവും അതുപോലെ കമ്പനിയുടെ ചെലവിൽ വന്നു പോകാനുള്ള കാര്യങ്ങൾ കമ്പനി ക്രമീകരിച്ചു കൊടുത്തു. അടുത്തൊരു അത്ഭുതം, ഈ സഹോദരന്റെ ജീവിതത്തിൽ ഒരു 15 വർഷത്തോളം തൻ്റെ പുറം ഭാഗത്തൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ മുഴയുണ്ടായിരുന്നു. അതിൽ 2 വലിയ മുഴ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അത് 2 ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ വലിയൊരു മുഴ വേറൊരു ഭാഗത്ത് വന്നിരുന്നു. ഇവർ പറഞ്ഞത്, കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ, കണ്ണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്ന സമയത്ത് ബ്രദർ പ്രാർത്ഥിച്ചു, മുഴയുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇവരും വിശ്വാസത്തോടെ കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് ആ മുഴ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. എപ്പോഴാണ് അത് മാറിപ്പോയത്? ഉടൻ തന്നെയാണോ, വീട്ടിലേക്ക് പോയപ്പോഴാണോ, അതിന് ശേഷമാണ്? എപ്പോഴത് മനസ്സിലായത്? പുറത്തുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോയ സമയത്താണ് മനസ്സിലായത്. ഏത് ഭാഗത്തൊക്കെയാണ് മുഴയുണ്ട്? ബാക്കില് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ചെറിയൊരു ഈ സഹോദരി പറയുന്നത്, അത് തൊട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ മുഴ ഇങ്ങനെ തെന്നിക്കളിക്കും. അതിൻ്റെ അകത്താണ്. ഇപ്പൊ ശരിക്കും ഒരു തടിച്ചൊരു ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള മുഴ പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. ആ സ്കിന്ന് മാത്രം ചെറുതായിട്ടൊന്ന് ഇരിക്കുന്നതേ ഉള്ളൂ. ആ മുഴ അവിടെ ഇല്ല. കർത്താവ് പൂർണ്ണമായിട്ട് അത് സൗഖ്യമാക്കി. ഇത് മാത്രമല്ല, ഈ സഹോദരൻ്റെ കഴുത്തിന് തേയ്മാനം ഉണ്ടായിരുന്നു, എല്ലിന് തേയ്മാനം ഉണ്ടായിട്ട് തനിക്ക് വളരെയധികം തലകറക്കം, അങ്ങനെ കുറേയധികം അസ്വസ്ഥതകളുണ്ടായിരുന്നു. അന്നത്തെ മീറ്റിങ്ങിൽ തുടങ്ങി ആ ഒരു അസുഖത്തിനും കർത്താവ് സൗഖ്യം കൊടുത്ത് പതുക്കെ അതിനും തൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരാനായിട്ട് ആരംഭിച്ചു. ഈ കഴുത്തിനായിരുന്നു. അതെ, എല്ലിന് തേയ്മാനത്തിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് മരുന്ന് കൊടുത്തു. കുറേയധികം ആഴ്ചകൾ, ഏകദേശം 3-4 മാസം ഇവർ മരുന്ന് കഴിച്ചു. അതിനുശേഷമാണ് ബ്രദർ TV-യിലൂടെ പറയുന്ന പ്രാർത്ഥന ഇവർ കേട്ടിട്ട് ഇവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലിന് അങ്ങനെ ഒരു തേയ്മാനമില്ലെന്നാണ് സ്കാൻ റിപ്പോർട്ട് പറഞ്ഞത്. അന്ന് മുതൽ ആ മരുന്ന് കഴിക്കുന്നത് അവർ നിർത്തി. കർത്താവ് പരിപൂർണമായി സൗഖ്യമാക്കി. അത് മാത്രമല്ല, ഈ സഹോദരിയുടെ ജീവിതത്തിൽ സഹോദരിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഏകദേശം 7 വർഷമായിട്ട് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. 7 വർഷം. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത്, മരുന്ന് കഴിക്കുമ്പോൾ അത് ഏകദേശം നോർമൽ ലെവലിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം. 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ ഇവർ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വന്നതിൻ്റെ തൊട്ട് മുമ്പ് TV പ്രോഗ്രാമിലോട് ബ്രദർ പറഞ്ഞു, തൈറോയ്ഡ് ഉള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. സഹോദരി പറയണത്, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് തിരിച്ചു പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ആ തൈറോയ്ഡ് ലെവല് നോർമലിലും താഴെ വന്നു. That is great. എല്ലാവരും കൈകൾ ഇവരെ നേരെ നീട്ടിപ്പിടിക്കാം. വിശ്വാസ ജീവിതത്തിൽ കഴിഞ്ഞ ചില മാസങ്ങളായി യേശു കർത്താവ് അവരെ കയ്യിൽ പിടിച്ച് പിച്ച വെച്ച് നടക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇരുവരെയും ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ഇത്രയും അനുഭവങ്ങൾ ഒരൊറ്റ വീട്ടിൽ കർത്താവെ അങ്ങ് നൽകിയല്ലോ. മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി എല്ലാം അങ്ങ് പ്രവർത്തിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ അനുഗ്രഹിക്കുന്നു. ഈ ശരീരത്തിൻ്റെ മേൽ ബലവും ആരോഗ്യവും ശക്തിയും ഉണ്ടാകട്ടെ. മനസ്സിനുണ്ടാകട്ടെ, ആത്മാവിൽ ഉണ്ടാകട്ടെ, ശരീരത്തിൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
ഈ സഹോദരി അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിന് വേണ്ടി നിൽക്കുവാൻ, വിശ്വാസത്തിൽ നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ. വലിയ കൃപകളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കൈകൾ ഉയർത്തിയിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Number 3. മൂന്നാമത്തെ കാര്യം, our enemies will not triumph over us. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മേലിൽ ജയം കൊള്ളുകയില്ല. Because we are pleasing our God. കാരണം നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. None of our enemies will triumph over us. നമ്മുടെ ഒരു ശത്രുക്കളും നമ്മളെ തോൽപ്പിച്ചു കളയുകയില്ല. Psalm 41 verse number 11. സങ്കീർത്തനം 41:11 വാക്യം, I know that you are pleased with me, for my enemy does not triumph over me. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിന് Yes. നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. Because God is pleased with me, my enemies will never triumph over me. ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേളിൽ ജയഘോഷം കൊള്ളുകയില്ല. You may have thousands or 10,000 enemies, നിങ്ങളുടെ ജീവിതത്തിൽ 1000-ഓ 10,000-കണക്കിനോ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. but because you are pleasing the God Almighty, നിങ്ങൾ ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നുകൊണ്ട് God's victory will be your victory. ദൈവത്തിന്റെ ജയം നിങ്ങളുടെ ജയമായി മാറാൻ പോവുകയാണ്. Lift your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാലും. And everybody say, Jesus' victory is my victory. എല്ലാവരും പറഞ്ഞാലും യേശുവിന്റെ ജയം എന്റെ ജയമാണ്. ഉറക്കെ പറഞ്ഞു. യേശുവിന്റെ ജയം എന്റെ ജയമാണ്. വീണ്ടും പറയാം. യേശുവിന്റെ ജയം എന്റെ ജയമാണ്. അല്പം കൂടെ ശബ്ദത്തിൽ യേശുവിന്റെ ജയം. യേശുവിന്റെ ജയം എന്റെ ജയമാണ്. Hallelujah. Hallelujah. And you may think, you may be afraid, I'm going to fail in my life. I'm going to fall down. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പേടിക്കുകയായിരിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൽ തോൽക്കാൻ പോവുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വീണു പോകാൻ പോവുകയാണ്. And even when my enemies are looking at me, I am sinking down. എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുങ്ങിത്താണ് എൻ്റെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുകയാണ്. It will never happen to you. അത് അങ്ങനെ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. Because you are pleasing the Lord on a daily basis. He is on your side and he will be fighting for you and you will never fail in life. നിങ്ങൾ യേശുവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേടുന്നതിനു വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. Hallelujah. Hallelujah. Everybody shout one more time, Jesus' victory is my victory. എല്ലാവരും ഒരിക്കൽ കൂടെ പറഞ്ഞാലും യേശുവിന്റെ ജയം എന്റെ ജയമാവുന്നു. Hallelujah. Hallelujah. Number 4, God will show his mercy to us. നാലാമത്തെ കാര്യം, ദൈവം നമ്മളോട് തന്റെ കരുണ കാണിക്കുന്നതാണ്. Psalm 119 verse number 58. സങ്കീർത്തനം 119 അതിന്റെ 58-ാമത്തെ വാക്യം. I have sought your face with all my heart. Be gracious to me according to your promise. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിച്ചു. Yes. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. How many of you pray
every day to God? Can I see your hands? എത്ര പേർ ഇവിടെ ഇരിക്കുന്ന എത്ര പേർ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്? കൈകൾ ഉയർത്തി ഒന്ന് കാണിക്കാമോ? That means you have a connection with the highest authority. അത് കാണിക്കുന്നത്, അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ അധികാരിയോട് നിങ്ങൾക്ക് നേരിട്ടൊരു ബന്ധമുണ്ട്. I studied together with President's younger brother. ഞാൻ പഠിച്ചത് പ്രസിഡന്റിന്റെ ഇളയ സഹോദരന്റെ കൂടെയാണ്. So I have a connection with so and so person. അതുകൊണ്ട് എനിക്ക് ഇന്ന വ്യക്തികളുമായി ഒരു പ്രത്യേക ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. But we can say we don't have such connections, but we have a connection with someone who is higher than all these people. നമുക്ക് അതുകൊണ്ടൊരു കാര്യം പറയാൻ പറ്റും, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായി നമുക്കൊരു കണക്ഷൻ ഒന്നുമില്ല, എന്നാൽ ഈ വ്യക്തികളെക്കാൾ ഉന്നതനായ അധികാരം കൂടിയ ഒരു വ്യക്തിയുമായി നമുക്ക് വ്യക്തിപരമായ ഒരു കണക്ഷൻ ഉണ്ട്. I talk to him every day. ഞാൻ ആ വ്യക്തിയുമായി എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ്. We are talking terms. എല്ലാവരുമായി ഞാൻ ആ വ്യക്തിയുമായി സംസാരിക്കുന്ന രീതിയിലാണ്. I talk to him and he talks to me. ആ വ്യക്തിയുമായി ഞാൻ സംസാരിക്കും, ആ വ്യക്തി എന്നോട് തിരിച്ച് സംസാരിക്കും. Every day we talk. എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുന്നവരാണ്. Who is that person? ആരാണ് ആ വ്യക്തി? He created all the trees. ആ വ്യക്തിയാണ് എല്ലാ മരങ്ങളും സൃഷ്ടിച്ചത്. He created all the rivers. ആ വ്യക്തിയാണ് എല്ലാ നദികളും He സൃഷ്ടിച്ചത്. created all the oceans in the earth. ആ വ്യക്തിയാണ് എല്ലാ ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളും സൃഷ്ടിച്ചത്. All stars, all galaxies, and all superclusters, everything was created by him. ആ വ്യക്തിയാണ് എല്ലാ നക്ഷത്രങ്ങളും എല്ലാ നക്ഷത്ര സമൂഹങ്ങളും പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ആ വ്യക്തിയാണ്. I talked to him even this morning. ആ വ്യക്തിയോട് ഇന്ന് രാവിലെ കൂടി ഞാൻ സംസാരിച്ചതാണ്. Every day I talk to him. എല്ലാ ദിവസവും ഞാൻ ആ വ്യക്തിയുമായി സംസാരിക്കുന്നതാണ്. So what happens is he shows his mercy on me. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ആ വ്യക്തി, ആ ദൈവം എന്നോട് കരുണ കാണിക്കുകയാണ്. I have sought your face with all my heart. Be gracious to me according to your promise, Lord. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിച്ചു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. Hallelujah. Hallelujah. So when we talk to him on a daily basis through prayer, he will be pleased with us. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. Hallelujah. Hallelujah. And we will receive his kindness, his mercy, his compassion. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയും മനസ്സലിയും ദൈവത്തിന്റെ കൃപാ പ്രസാദവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. Shout a big hallelujah to this God. കൈകൾ ഉയർത്തി ഈ നല്ലവനായ ദൈവത്തിന് ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. Hallelujah. Number 5, it brings promotion in our lives. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രമോഷൻ, ഉയർച്ച കൊണ്ടുവരുന്നതാണ്. When we please our God, നമ്മൾ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ that brings promotion to our lives. അത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൊണ്ടുവരുന്നതാണ്. Look at me please. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാലും, how many of you want to live as you live today? Live and die. Or how many of you want to live a life promoted by God, climb heights and reach the highest place and die? എത്ര പേർക്ക് ഇങ്ങനെ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ജീവിച്ച് ഇങ്ങനെ മരിക്കുവാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ദൈവത്താൽ ഉയർച്ച പ്രാപിച്ച് ഒരു ദിവസം പ്രാപിച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ദൈവം അടുത്ത പടിയിലേക്ക് ഉയർത്തി, പിന്നെ ദൈവം അടുത്ത പടിയിലേക്ക് ഉയർത്തി, പിന്നെ ദൈവം പിന്നെയും നിങ്ങൾ ഉയർത്തി, അങ്ങനെ ദൈവത്തിൽ നിന്ന് ഉയർച്ച പ്രാപിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? The Bible says promotion comes from the Lord. ദൈവത്തിന്റെ വചനം പറയുന്നു ഉയർച്ച വരുന്നത്
ദൈവത്തിൽ നിന്നാണ്. Brothers, sisters, look at me. God is your promoter. എന്റെ സഹോദര സഹോദരൻ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. Not from your father-in-law. നിങ്ങളുടെ അമ്മായിപ്പിൽ നിന്നല്ല നിങ്ങൾക്ക് ഉയർച്ച വരുന്നത്. Not from your mother-in-law. നിങ്ങളുടെ അമ്മായിമ്മയിൽ നിന്നല്ല നിങ്ങൾക്കുള്ള ഉയർച്ച വരുന്നത്. Promotion comes from the Lord. പ്രമോഷൻ വരുന്നത് നമ്മുടെ ദൈവത്തിൽ നിന്നാണ്. When we please our God, He will promote us. നമ്മുടെ ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ ഉയർത്തുന്നതാണ്. If man is promoting you, ഒരു മനുഷ്യനാണ് നിങ്ങളെ ഉയർത്തുന്നതെങ്കിൽ he will promote you up to 6 feet or 7 feet or maximum 7.5 feet. ഒരു മനുഷ്യനാണ് നിങ്ങൾ ഉയർത്തുന്നതെങ്കിൽ അദ്ദേഹം ഉയർത്തി ഒരു 6 അടിയോ അല്ലെങ്കിൽ 6.5 7 അടി വരെ മാക്സിമം അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റും. That is the maximum stretchability. അതാണ് ഒരു മനുഷ്യന്റെ മാക്സിമമായി അയാൾക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു കഴിവ്. But when your heavenly Father promotes you, എന്നാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളെ ഉയർത്തുമ്പോൾ, when the heavenly Father lifts you up, സ്വർഗീയ പിതാവ് നിങ്ങളെ ഉയർത്തുമ്പോൾ He can lift you up to where He is seated. ദൈവത്തിന് ഉയർത്താൻ പറ്റുന്നത് ദൈവം എവിടെയാണോ ഇരിക്കുന്നത് അത്രയും ഉയരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ നമ്മൾ ഉയർത്താൻ പറ്റുന്നതാണ്. Hallelujah. Hallelujah. Our God is not sitting at the top floor of a huge apartment. ഒരു ഉയരം കൂടിയ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലല്ല നമ്മുടെ ദൈവം ഇരിക്കുന്നത്. Our God is seated in third heaven. നമ്മുടെ ദൈവം ഇരിക്കുന്നത് 3-ാം സ്വർഗ്ഗത്തിലാണ്. Hallelujah. Hallelujah. Jesus said, if you love me, if you serve me, you will be seated where I am seated. യേശു കർത്താവ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, നീ എന്നെ സേവിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെയും ഞാൻ ഇരുത്തും. In this world, you will be promoted by God. ഈ ലോകത്തിലും ദൈവം നിന്നെ ഉയർത്തും. And He doesn't need anyone else's recommendation. മറ്റൊരു വ്യക്തിയുടെ റെക്കമെൻഡേഷൻ അതിനു വേണ്ടിയില്ല. Because you have a direct connection with Him. ഇത് കാരണം നിങ്ങൾക്ക് ആ ദൈവവുമായി നേരിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. How many of you have a hotline connection with God? ഇതുപോലെ വളരെ ശക്തമായ ഒരു ബന്ധം ദൈവവുമായിട്ടുള്ള എത്ര പേര് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്? Hallelujah. Hallelujah. If you are a praying person, you have a hotline directly connecting to the heavenly headquarters. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗവുമായി കണക്ട് ചെയ്യുന്ന ഒരു ഹോട്ട് ലൈൻ, ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നതാണ്. Hallelujah. Hallelujah. I still remember years back I had a lot of friends. എനിക്കറിയാം, എൻ്റെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. In my place, in my native place, in my school, in my college. എൻ്റെ സ്ഥലത്ത്, ഞാൻ ജനിച്ച സ്ഥലത്ത്, എൻ്റെ സ്കൂളിൽ, എൻ്റെ കോളേജിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. Many of them are continuing like that. ഒത്തിരി ആളുകളും ഇപ്പോഴും അവരായിരുന്ന അവസ്ഥയെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. But I used to cry before the Lord. എന്നാൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ I നിലവിളിക്കുമായിരുന്നു. used to pray hours and hours. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഒത്തിരി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. Nobody saw me because I closed the door, and behind the door I was talking in secret to my heavenly Father. ആരും ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ല. കാരണം ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറി വാതിൽ അടച്ച് രഹസ്യത്തിൽ ഇരുന്ന് എൻ്റെ സ്വർഗ്ഗത്തിലെ പിതാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Because in Matthew chapter 6 Jesus taught us to pray privately, confidentially and secretly. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പഠിപ്പിച്ചു, നമ്മൾ രഹസ്യത്തിൽ ഇരുന്നു കൊണ്ട്, രഹസ്യത്തിൽ മറ്റുള്ള ആളുകൾ കാണാതെ രഹസ്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവിടെ യേശു കർത്താവ് പഠിപ്പിച്ചു. So that the Father in heaven who sees it in secret will bless us publicly. കാരണം എന്താണ്? രഹസ്യത്തിൽ എല്ലാം കാണുന്ന ദൈവം നമ്മൾ രഹസ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് പരസ്യമായി നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. Can I tell you something? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. You will pray in secret, but God will answer to you in public. നിങ്ങൾ രഹസ്യത്തിലായിരുന്നു ഈ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് പരസ്യമാക്കിയിട്ടായിരിക്കും. Give the Lord a thunderous clap offering. കൈകൾ അടിച്ചുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറഞ്ഞാലോ. Shout a big hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയൊരു ഹല്ലേലൂയ പറഞ്ഞാലോ. The last one. അവസാനത്തെ കാര്യം, Number 6. 6-ാമത്തേത്, When you please God, it will give you increase. ദൈവത്തെ നീ പ്രസാദിപ്പിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ വർധനവിനെ കൊണ്ടുവരുന്നതാണ്. Deuteronomy 33 and 23 ദിനവൃത്താന്തം അതിന്റെ 33-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം is speaking about a person called Naphtali.
അവിടെ നഫ്താലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. About Naphtali, he said, Naphtali is abounding with the favor of the Lord and is full of his blessing. He will inherit southward to the lake. നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, Yes. നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും Yes. യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായും പടിഞ്ഞാറും തെക്കും കൈവശം. Look at me, please. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും, How many of you want to have an increase in your life? എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർധനവ് ആവശ്യമുണ്ട്? Increased wisdom, നിങ്ങളുടെ ജ്ഞാനത്തിൽ ഒരു increased knowledge, നിങ്ങളുടെ അറിവിൽ ഒരു വർധനവ്, and increased ministry, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു വർധനവ്, increased finances, നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഒരു വലിയൊരു വർധനവ്, an increase in all blessings. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളിലും ഒരു വർധനവ് ആഗ്രഹിക്കുന്നവർ. Just please God. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മാത്രം മതി. The favor of the Lord will bring all kinds of increase into your life. ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ്. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്രദർ ഡാമിയൻ തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കായി തയ്യാറാക്കിയത് എന്റെ പ്രാർത്ഥനാ ഡയറി. ജീവിതത്തിലെ വിവിധ അവസരങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകം, എന്റെ പ്രാർത്ഥനാ ഡയറി. ഇതിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ലളിതമായ പഠനം, 50 ശക്തിയേറിയ മാതൃകാ പ്രാർത്ഥനകൾ എന്നിവ കൂടാതെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികളും എഴുതുവാൻ പ്രത്യേകം പേജുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വന്തമാക്കേണ്ട പുസ്തകം, എന്റെ പ്രാർത്ഥനാ ഡയറി. കോപ്പികൾ തപാലിലൂടെ ആവശ്യമുള്ളവർ വിളിക്കുക. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ യേശു കർത്താവിന് നിങ്ങൾക്ക് ചെയ്തു തരാനായി സാധിക്കും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പലരുടെയും ഹൃദയത്തിൽ രോഗത്തെക്കാൾ അധികം നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള വേദന കർത്താവ് കാണുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ പലരും കരഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ മനസ്സിലെ വേദനകൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ, ആ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ എന്ന് നിങ്ങൾ വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു പാത്രത്തിലുള്ള വെള്ളം മുഴുവൻ ഒഴിച്ചു മാറ്റിക്കളയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന ആ ഭാരം, വിഷമം, സങ്കടം കർത്താവ് ഇതാ എടുത്തുകൊണ്ട് പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ആ പാത്രം കാലിയാകുന്നത് പോലെ ഇവരുടെ ഹൃദയങ്ങൾ കർത്താവെ കാലിയാകട്ടെ. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും ആ ഹൃദയത്തിനകത്തേക്ക് ഇപ്പോൾ കടന്ന് ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രായമായ ചില വ്യക്തികൾ, വല്ലാത്ത മാനസികമായ വിഷമത്തിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്, സൗഖ്യപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ നന്മകളാൽ കൂടുതൽ കൂടുതൽ നമുക്ക് ഒരുമിച്ച് നിറയാം.